ഞാൻ നിങ്ങൾക്ക് അമൂല്യമായിട്ട് ഒരു മരുന്നാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അതേപോലെ തന്നെ അത്രയും തന്നെ അപകടകാരിയും കൂടിയാണ്. അപ്പോൾ ഇത് നിങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ പലരും അവരുടെ ആരോഗ്യം നശിച്ച് വളരെ ബുദ്ധിമുട്ടിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഇവനാണ് താരം. ഇവന് ഇരുമ്പം പുളി എന്നും ഇലുമ്പുക്ക എന്നൊക്കെ പല പേരുകളുമുണ്ട്. പക്ഷേ ഇവനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇവൻ മഹാപ്രശ്നക്കാരനാണ്. ഇത് നിങ്ങൾക്ക് നല്ല പോലെ ഉപകരിക്കും, ഒരു സംശയം വേണ്ട. കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളെ കണ്ടു, എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ ഒരാളാണ്. പുള്ളിക്ക് ഇച്ചിരി കൊളസ്ട്രോൾ ഉണ്ട്. ഇപ്പോൾ ടെൻഷൻ അടിച്ചിട്ട് പുള്ളി എന്നാ ചെയ്തെന്ന് അറിയാമോ? ഈ ഇരുമ്പം പുളി ഒരു 5-6 എണ്ണം ജ്യൂസ് അടിച്ചിട്ട് പുള്ളി കുടിക്കുകയാണ്. പുള്ളി എന്നോട് പറഞ്ഞത്, ഞാൻ ഒരാഴ്ച അങ്ങനെ കുടിക്കുന്നു, ശരീരത്തിന് അതിൻ്റെ ഒരു ഒട്ടലുണ്ട്, കൊളസ്ട്രോൾ കുറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പുള്ളി പറഞ്ഞു. സംഭവം ഒരുപക്ഷെ ശരിയായിരിക്കാം. ഷുഗറിന്, അതുപോലെ തന്നെ BP ക്ക്, അതേപോലെ തന്നെ കൊളസ്ട്രോളിന്, ഇത് മൂന്നിനും ഇതെല്ലാ ആളുകളും ജ്യൂസ് അടിച്ച് കുളിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ നമ്മളിച്ചിരി മീൻ കറിയിലോ പുളിക്കറിയിലോ അല്ലെങ്കിൽ അച്ചാറോ അതൊക്കെ നമ്മൾ ഇച്ചിരി കഴിക്കുന്നതിന് ഒരു പ്രശ്നമില്ല. പക്ഷേ ഇത് 5-6 എണ്ണമൊക്കെ നമ്മൾ ജ്യൂസ് അടിച്ച് കുടിച്ചാൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കിഡ്നി പ്രശ്നമാവാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ചിലപ്പോൾ കിഡ്നിക്ക് ചെറിയ അസുഖമായിരിക്കാം. ഇതിൻ്റെ ഒരു പ്രശ്നം എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇതിനകത്തൊരു ആസിഡുണ്ട്. ആ ആസിഡ് നമ്മുടെ കിഡ്നിയെ ഭയങ്കരമായിട്ട് ബാധിക്കും. നല്ലൊരു ശതമാനം ആളുകളും ഇത് ചിന്തിക്കാതെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് ഈ ഇരുമ്പുളി എന്ന് പറഞ്ഞൊരു സംഭവം ഇതിൻ്റെ ഇല മുതൽ പണ്ട് മുതലേ ചികിത്സയ്ക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്ന മൂലക്കുരുവിന് ഈ ഇരുമ്പുള്ളിയുടെ ഇല ഉണ്ടല്ലോ, അത് കഷായം വെച്ച് കുടിച്ചുകൊണ്ടിരുന്ന പണ്ടത്തെ ജനതയുണ്ടായിരുന്നു. ഇപ്പോൾ എത്ര പേരുണ്ടെന്ന് നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇരുമ്പുളി ജ്യൂസ് കുടിക്കുന്നവർ ശ്രദ്ധിക്കുക, വലിയ പ്രശ്നമാണ്. ഇച്ചിരി വെള്ളമൊക്കെ ഡൈല്യൂട്ട് ചെയ്ത് വേണം കുടിക്കാൻ. അതുപോലെ സ്ഥിരമായിട്ട് കുടിക്കരുത്, ഇത് അത്ര അപകടകാരിയാണ്. അതുപോലെ തന്നെ എന്താ പറയണത്, നമ്മുടെ സുഹൃത്തും കൂടിയാണ്. അപ്പോൾ ഇതിനെ സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ നിങ്ങൾ നാളെ സങ്കടപ്പെടേണ്ടി വരും. അത് പറയുക എന്നുള്ളതാണ് മെയിൻ കാര്യം. ഇനി അടുത്തൊരു പോയിന്റിലേക്ക് ഞാൻ മെയിനായിട്ട് പോവാം. അപ്പോൾ ഇരുമ്പമ്പുളിയുടെ ഗുണവും ദോഷവും നിങ്ങൾക്ക് ഏകദേശം ഊഹിക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ഉപയോഗിക്കാൻ. ഈ പറഞ്ഞ അസുഖങ്ങൾക്കൊക്കെ നല്ലത് തന്നെയാണ്, ഒരു സംശയവും വേണ്ട. ഇതൊരു നല്ല സുഹൃത്താണ്. പല അസുഖങ്ങൾക്കും കുറവ് സംഭവിച്ചേക്കാവുന്ന ഒരു നല്ല മരുന്ന് തന്നെയാണ്. പക്ഷേ അതേപോലെ തന്നെ അപകടകാരിയാണ്. ഇവനെ ശ്രദ്ധിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ പ്രശ്നക്കാരനാണെന്നാണ് ഞാൻ പറഞ്ഞത്. അത്ര പ്രശ്നക്കാരൻ്റെ ആസിഡ് ഒരു ഹെവി ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടും, അതുപോലെ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ നിങ്ങൾ വലിയ പൈസ മുടക്കിയ പല കാര്യങ്ങളും നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ പഴയ വിളക്കാണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ വിളക്ക് എത്തിക്കുന്നവരും അല്ലാതെയൊക്കെ ഉണ്ട്. ഈ വിളക്കിൽ ക്ലാവ് ഉണ്ടാവും, കണ്ടല്ലേ? ക്ലാവ് നോക്കി, നല്ല ക്ലാവ് ഉണ്ട് അതിനകത്ത്, കണ്ടോ? ഇത് ഡയറക്റ്റ് നമ്മൾ തൂത്ത് കഴിഞ്ഞാൽ പോകും. അപ്പോൾ അത്രയും ശക്തിയാണ് ഇതിൻ്റെ നീരിന്. അതാണ് എനിക്ക് നിങ്ങളോട് ഈ സമയത്ത് പറയാനുള്ളത്. ഞാൻ നേരിട്ട് കാണിച്ചു തരാം. ഇതിൻ്റെ ഇടപ്രായം ഉണ്ടല്ലോ, അത്യാവശ്യം മൂത്ത പ്രായം, അതിനാണ് ഇതിൻ്റെ അകത്ത് സ്ട്രോങ് ആയിട്ടുള്ള ആ നീരുള്ളത്. അധികം പഴുത്തയിലില്ലാന്ന് എനിക്ക് തോന്നുന്നു, തീരെ ചെറുതിലും ഇല്ല. അപ്പോൾ ഇത് ഒരു ഇടപ്രായത്തിലുള്ളതാണ്, കുറച്ച് കൊള്ളാവുള്ളൂ. ഒരു രക്ഷയില്ല. അപ്പോൾ ഞാൻ തൂക്കാൻ പോട്ടെ, കണ്ടില്ലേ? ഇതിൻ്റെ പവർ കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. ഈ നീര് പിഴിഞ്ഞിട്ട് നീരിൻ്റെ പവർ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ നീര് മാത്രം ഒഴിച്ചിട്ടുള്ളേ. നമ്മളിതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്ര വേഗത്തിലാണെന്നറിയാം എൻ്റെ കറ പോകണം നമുക്ക് കാണാൻ സാധിക്കണേ. പടപടേന്ന് കറ പോയി. കുറച്ചാണ് ഞാൻ പറ്റുന്നതോടെ. ഇത് കുറച്ച് സമയം എടുത്ത് ഇങ്ങനെ തേച്ചെടുത്താൽ മുഴുവൻ പോവും. പക്ഷേ പെട്ടെന്നുണ്ടായൊരു മാറ്റം ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അതേപോലെ തന്നെയായിരിക്കും നമ്മുടെ ശരീരത്തിൽ വന്നാലുള്ള അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് ഇത് വെള്ളമൊക്കെ ചേർത്ത് നിങ്ങൾ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. പണി മേടിച്ച് കൂട്ടരുത്. ഒത്തിരി കാരണവരൊക്കെ ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് എനിക്കറിയാം. എൻ്റെ ഫ്രണ്ട് ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് ഞാനിത് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം. ഇതിനകത്ത് വൈറ്റമിൻ സി ഉണ്ട്, മിനറൽസ് ഉണ്ട്,
അങ്ങനെ വൈറ്റമിൻ ബി അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. നമുക്ക് ആവശ്യത്തിന് ശരീരത്തിന് നല്ലതാണ്, പക്ഷേ പരിധി വിടാൻ പാടില്ല. കണ്ടോ, ഞാൻ ഇത്ര ഇട ചെയ്യണുള്ളൂ. ഞാനത് അവിടെ ഒരു സാരി ഉണ്ട്, അവിടെ അതിൽ ഞാൻ തൂക്കാം. നിങ്ങൾ എൻ്റെ കളർ നോക്കി, കണ്ടോ പെട്ടെന്ന് വെളുത്തില്ല നോക്കി, പെട്ടെന്ന് വെളുത്തു. അപ്പം ഞൊടിയിടയിൽ ഞാൻ അത് കട്ട് ചെയ്തേ കാണിക്കുന്നത്. അപ്പം ഞൊടിയിടയിൽ സംഭവിച്ചൊരു കാര്യമാണ്, ഞൊടിയിടയിൽ സംഭവിച്ചൊരു കാര്യം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത് നീരൊഴിച്ചിട്ട് ഇച്ചിരി മണലൊക്കെ ചേർത്തിട്ട് ഒന്ന് ഉരുമി കഴിഞ്ഞ് പെട്ടെന്നാവും. അപ്പോൾ അത്രയും ഗുണമുള്ളൊരു സംഭവമാണ്. പക്ഷേ ഇതിൻ്റെ ആസിഡിൻ്റെ പവറാണ് ഞാൻ നിങ്ങളിലേക്ക് കാണിച്ചത്. അപ്പോൾ ഇത്രയും നമ്മൾ 5-6 ഈ ഇരുമ്പമ്പുളി ജ്യൂസ് അടിച്ച് കഴിച്ചുള്ള അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മുടെ ശരീരത്തിന് ഭയങ്കര ദോഷം ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് മാത്രം ഇരുമ്പമ്പുളി ഉപയോഗിക്കുക. കറിക്ക് ഉപയോഗിച്ചുള്ളൂ, അച്ചാറിട്ടുള്ളൂ, ഇതൊക്കെ നല്ലതാണ്. അപ്പോൾ ഇത് ജ്യൂസ് അടിച്ച് കുടിക്കുമ്പോൾ വെള്ളം നല്ലപോലെ ചേർത്ത് ഒരു 3-4 ദിവസമൊക്കെ കുടിച്ചാൽ കുഴപ്പമില്ല. പക്ഷേ ഇത് പലരും 10, 15, 20 ദിവസം അല്ലെങ്കിൽ 1 മാസമൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പോൾ വെറുതെ ദോഷം ഉണ്ടാക്കി വെക്കരുത്. ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അത് പരിഹരിക്കാൻ വളരെ പാടാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ലൊരു മെസ്സേജ് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇനി എപ്പിസോഡ് കാണുമ്പോഴേക്കും സുലാൻ.